ഓക്കെ മന്തിഹട്ടിന് വേണ്ടി മിസ്റ്റർ ടൈൽസിൻ്റെ മാനേജറും നോൺ ലോക്കിംഗ് സ്പെഷ്യലിസ്റ്റ് സൽമാനുമാണ് ഗ്രീസിൽ. എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ റസാഖ് കീപ്പിംഗ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. MVP-യിലുള്ള സുണ്ടുവാണ് അമ്പയർ നിൽക്കുന്നത്. ജിഫ്ലി പേര് കേട്ട കോടൂരുകാരുടെ എക്സ്പ്രസ്. മഴ മാറുന്നില്ലെങ്കിൽ വേണ്ട, കളി നിർത്താനുള്ള പ്ലാൻ രണ്ട് ടീമുകൾക്കുമില്ല. ആദ്യ ബോൾ 6 ആണോ ക്യാച്ച് ആണോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. 6 ആണ്. ജിഫ്ലി തൻ്റെ രണ്ടാം ബോൾ സൽമാന് നേരെ. ആദ്യ ബോൾ 6 നേടിയതാണ്. അതാണ് റിട്ടേൺ ക്യാച്ചിനുള്ള അവസരം ജിഫ്ലി നഷ്ടപ്പെടുത്തി. 2 ബോളുകളിൽ 7 റൺ സ്കോർ ചെയ്ത് നിൽക്കുന്നു മന്തിഹട്ട്. മിസ്റ്റർ ടൈൽസിൻ്റെ മാനേജറാണ്, ഇന്ത്യൻ കളിക്കാരുടെ ഇതിഹാസ നായകൻ. സിംഗിളാണ്. ഈ മത്സരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഓപ്പണിങ്ങിൽ എപ്പോഴും റൊട്ടേഷൻ നിർബന്ധമാണ്. ഓരോ മത്സരത്തിലും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ആദ്യപോലെ 6 മേടിച്ച ബോളറാണ്. ഗംഭീരമായൊരു തിരിച്ചുവരവ്. 3 ബോളുകൾ പിന്നീട് എറിഞ്ഞു. 3 സിംഗിളുകളാണ്. 4 ബോളുകൾ 9 റണ്ണ്. അതൊരു 6 ആണ്. ചൂസി ഫുൾ ടോസ് കിട്ടിയാൽ പിന്നെ ഈ ഒരു ചെറിയ ഗ്രൗണ്ടിൽ 6 അടിക്കാതിരിക്കാൻ വഴിയില്ല. അതിൻ്റെ അവസാന ബോൾ ജിഫ്ലി. സൂപ്പർ ഡെലിവറി. ഹെവി പേസിലേക്കാണ് ആദ്യ ഓവറിൽ അവസാന ബോൾ എറിഞ്ഞു തീർത്തത്. ആദ്യ ഓവറിൽ 15 വിക്കറ്റുകളൊന്നും നഷ്ടമില്ല. റണ്ണപ്പ് വായിച്ച് അഷറഫ് തൻ്റെ ആദ്യ ബോളിന് വേണ്ടി വീണ്ടും തിരിച്ചു നടക്കുകയാണ്. അഷറഫിൻ്റെ ആദ്യ ബോൾ ഒരു പടുകൂറ്റൻ 6 അടിച്ചുകൊണ്ട് സൽമാൻ തൻ്റെ രണ്ടാമത്തെ 6ഉം കണ്ടെത്തുന്നു. ആദ്യ ബോൾ 6, രണ്ടാമത്തെ ബോളും അതാ 6 ഇല്ല, ഒന്നുമില്ല. കാരണം അത് ശരി, ഈ തെങ്ങിൻ്റെ പുറത്തേക്ക് 6 ഇല്ല കേട്ടോ. ആ ബോള് റസാഖ് കഴിഞ്ഞ ഒരു വിക്കറ്റ് എടുക്കൽ തന്നെയാണത്. അത്രയും മഴയത്ത് പേസ് വന്ന ആദ്യ വിക്കറ്റ് അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുന്നു. ഒരു ക്യാച്ച് അവസരം അവിടെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നെങ്കിലും ഒരു ഫീൽഡർ അത് കറക്റ്റ് എടുത്തു. അതുകൊണ്ട് തുടർച്ചയായി 2 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു മന്തിഹട്ടിന്. മഴയത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇങ്ങനെ പുതിയ ഓരോ സാധനങ്ങൾ വരും. അതൊന്നും ഹെൽമെറ്റ് വെച്ച് സോഫ്റ്റ് ബോളിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന ആദ്യ മനുഷ്യനാവും. അതൊന്നും തലയ്ക്ക് കയറുകൊണ്ട് മരിക്കട്ടെ വെച്ചിട്ടാവും. മനോഹരമായൊരു ബോൾ കൂടി. വിക്കറ്റിനുള്ള 99% സാധ്യത ഉണ്ടായിരുന്നു. വീണ്ടും ഒരു നല്ലൊരു ബോളായിരുന്നു. സിംഗിൾ റണ്ണ്. ഓവറും 1 ബോളും പിന്നിടുമ്പോൾ 24 റണ്ണിന് 2 വിക്കറ്റ്. അതാ പോകുന്നു മനോഹരമായ ഒരു പടുകൂറ്റൻ 6 ഗംഭീരയുടെ മുകളിലേക്ക്. വീണ്ടും ഒരു ഗ്രൗണ്ട് ഷോട്ടാണ്. ഫീൽഡർ ഓടിയെടുത്തു. 3 റണ്ണ് സേവ് ചെയ്യുന്നു. സിംഗിൾ റണ്ണിൽ അവസാനിപ്പിക്കുന്നു. വീട്ടിൽ ഒരു ക്യാച്ചിനുള്ള അവസരം ഫീൽഡർ ഉണ്ടോ എന്ന് ക്ലീൻ ബോൾ. മന്തിയേട്ടൻ്റെ ക്യാപ്റ്റൻ മന്തി കുഞ്ഞ്.
വീണ്ടും ഒരു സിംഗിൾ റൺ എടുക്കുന്നു. 3 ഓവർ 32 റണ്ണ്. 2 റൺ. അത് ഇൻസാരേഷനുള്ള അവസരം. ിൽ നിന്ന് ഒരു പടുകൂറ്റൻ സിക്സർ കുഞ്ഞാണിയുടെ വക 40ലേക്ക് മന്ദിഹട്ട് ഭേദപ്പെട്ട ഒരു സ്കോർ കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ്. ക്യാച്ച് നഷ്ടപ്പെടുത്തുന്നു കീപ്പർ. ഒരു നല്ല അവസരം. ഓവർ 41 റണ്ണ്. 4 റൺ 45. ക്യാപ്റ്റൻ കുഞ്ഞാണി മിന്നും ഫോമിലേക്ക് നീങ്ങുകയാണ് അവസാന ഓവറിൽ. 2 റൺ. വീണ്ടും ഒരു സിക്സർ. സ്കോർ മാസ്റ്റർ 54. അവസാന ബോളും ഒരു സിംഗിൾ റണ്ണാവും. യെസ്. ലേക്ക് ആദ്യ ബോളിൽ സിംഗിൾ എടുത്ത് അഷറഫ് നോ സ്ട്രൈക്കിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ബോൾ ഡോട്ട് വെച്ചുകൊണ്ട് ഹെൽമെറ്റ് വെച്ച് ബാറ്റ് ചെയ്ത ആ താരം തന്നെയാണ് ബോൾ ചെയ്യുന്നത്. ഹെൽമെറ്റ് വെച്ച് ബോൾ ചെയ്യാൻ കഴിയാനായിട്ടാണ്, കാരണം അദ്ദേഹത്തിന് കടുത്ത പനിയാണ്. ആ പനിയിലാണ് നോ ബോൾ. വീണ്ടും സിംഗിളാണ്. സ്ട്രെയിറ്റ് ബോളിനെ പണിഷ് ചെയ്യാൻ റസാഖിന് സാധിച്ചില്ല. അവസാന ബോൾ 9 റണ്ണ്. വീണ്ടും ഒരു സ്ലോ എറിയുന്നു. ആദ്യ ഓവർ 10 റണ്ണ്. രണ്ടാമത്തെ ഓവറിൽ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് അഷറഫിനെ മടക്കുന്നു. പകുതി ഭാരം ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒഴിയുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 50 അടിച്ച താരമാണ്. തുടർച്ചയായിട്ട് 2 ഷോട്ടുകൾ വെച്ചു. ആദ്യത്തെ ബോൾ 6 ആണ്, രണ്ടാമത്തെ ബോൾ റണ്ണില്ലാത്ത ഏരിയക്കാണ്. റസാഖിന്റെ ബാറ്റിന് ആദ്യ സിക്സർ.
2 ഓവറിൽ 32 റണ്ണ്. ബോളിംഗ് എൻഡിൽ ആര്യശാലയ്ക്ക് വേണ്ടി ഇത്തവണ കപ്പടിച്ച ടീമിൻ്റെ മുഖ്യ താരം ബിനു ചേട്ടൻ. ശക്തമായൊരു 6 അടിക്കുന്നു. 2 ബാറ്റ്സ്മാൻമാരും റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്നു. വീണ്ടും 6 തുടരെ 2 സിക്സറുകൾ കളിക്കുന്നു. അവസാന 2 ഓവറിൽ 19 റണ്ണ് വിജയലക്ഷ്യം. സിക്സ് അടിച്ചുകൊണ്ട് വിജയലക്ഷ്യം 13 മാറ്റുന്നു റസാഖ്. വീണ്ടും ഒരു ഗ്യാപ്പ് ഷോട്ടിലേക്ക് 4 റണ്ണ്. വിജയലക്ഷ്യം 10 ബോളിൽ 9 റണ്ണ്. വീണ്ടും ഒരു 6. വിജയലക്ഷ്യം 3 റണ്ണ്. റസാഖിൻ്റെ ബാറ്റിൽ നിന്ന് തന്നെ ആകുമോ? നോ റൺ. അവസാന ഓവർ വിജയലക്ഷ്യം 1 റണ്ണ്. വളരെ കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു റണ്ണെടുത്തുകൊണ്ട് ജയം ആണയിട്ട് ഉറപ്പിക്കുന്നു.